നാട്ടിലൊരു ആൾ മരണപ്പെട്ടപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ ഇപ്പം മരിച്ചത്. അപ്പോൾ മരിച്ച് പിന്നെ മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ എന്നോട് പറഞ്ഞ് നമുക്ക് നമ്മളെ അങ്ങാടിയിലൊന്ന് അന്വേഷിക്കണം, എൻ്റെ ഇപ്പൊക്കെ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. വലിയ ആളൊന്നുമല്ല, ചെറിയ സാധാ മനുഷ്യനാണ്, എപ്പോഴും അങ്ങാടിയിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ര കടങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം വെച്ചാൽ നിങ്ങളൊക്കെ പൈസ അയച്ചു കൊടുക്കണമല്ലേ, വല്ലാതെ കടങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കൊന്ന് ചോദിച്ച് നോക്കാം, കാരണം വെച്ചാൽ ഒരു ചെറിയ പൈസ പോലും എൻ്റെ ഉപ്പക്ക് കട ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ കടകളിൽ ചോദിച്ചപ്പോൾ ഓരോ കടയിലും ഒരു കടയിൽ 2000 റുപ്യ കൊടുക്കാണ്ട്, ചില കടയിൽ 1000 ചില്ലാ റുപ്യ കൊടുക്കാണ്ട്, ചില കടയിൽ 500 റുപ്യ കൊടുക്കാണ്ട്. ഓനതെന്ത് ചെയ്ത് മയ്യത്ത് മറവാടി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വന്നിട്ട് ഇടപാടുകൾ ക്ലിയറാക്കുക ചെയ്തത്. അപ്പോൾ അതിൽ കടക്കാർ പറഞ്ഞ് അത് വേണ്ട, കാരണം എന്താ വെച്ചാൽ ആൾ ഭക്ഷണം കഴിച്ചതല്ല, നമ്മൾ പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞു പറ്റൂല, കാരണം വെച്ചാൽ പിന്നെ അതിന്മേലൊരു വർത്താനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, 2000 ഉള്ളത് നിങ്ങളെ ഞാൻ കുറച്ച് തരാം, ബാക്കി നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പൈസ അവിടെ കൊടുത്തുക ചെയ്തത്. സാധാരണ എങ്ങനെ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തേടി പോവലില്ല, ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ ഞാനിപ്പോൾ ഒരാളോട് പൈസ വാങ്ങിയിട്ട് പെട്ടെന്ന് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുക ചെയ്യുക. പിന്നെ അത് മക്കൾക്ക് അറിയില്ലാവില്ല, കാരണം വെച്ചാൽ ഇടപാടുകൾ നടത്തിയത് അയാളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിലോ ആരേറ്റെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടുക, അത് ഏറ്റവും നല്ലതാണ്. കാരണം ആ മനുഷ്യന് നല്ലപോലെ കബറിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഇത് പെട്ടെന്നുള്ള മരണം നമുക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ കണ്ടമാനം സ്വത്തുണ്ടാവും, സ്വത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, ഒരുപാട് പൈസൻ്റെ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാലും സുഖമില്ലാത്ത സമയത്ത് ഈ മനുഷ്യൻ പറയില്ല, എന്ത് എനിക്ക് ഇത്രയും കടമുണ്ട്, നിങ്ങൾ എൻ്റെ സ്ഥലം വിറ്റിട്ട് വീട്ടിക്കോളി, അത് വിറ്റിട്ട് വീട്ടിക്കോളി, അല്ലെങ്കിൽ ഞാൻ അത്ര സമ്പാദിച്ചിന് അത് കൊടുത്തോളി എന്ന് ആരും പറയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും പള്ളിക്കെന്ന് ഇങ്ങനെ ഇടപാടുണ്ട് വീട്ടിക്കോളി എന്നുള്ളത്. അത് മയ്യത്ത് ഇടപാടുകൾ കൊടുക്കാൻ താല്പര്യമില്ലായിട്ട് മയ്യത്ത് വരെ നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇഷ്ടംപോലെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഉണ്ടെങ്കിൽ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഒന്ന് ഭാര്യമാരോടോ മക്കളോടോ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക, ഇത്ര പൈസയ്ക്ക് തരാണ്ട് ഞാൻ കൊടുക്കാണ്ട് എന്നുള്ളത്. അത് ആ ഇടപാടുകൾ തീർക്കാതെ ഒരു നിലക്കും എന്താവില്ല, ഈ ദുനിയാവിന്ന് തീർക്കാതെ മനുഷ്യരെന്ന് മറുപടി എന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജായിട്ട് കൂട്ടുക, മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.